ഞാൻ അടുത്ത് പറയുന്നത് അറിയോ, നാളത്തോടുകൂടി ഇന്നത്തോടുകൂടി മിഞ്ഞാത്തോടുകൂടി +2 10ാം ക്ലാസ്സൊക്കെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിനി പിന്നെ അവരുടെ ലോകമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. അതായത് ഇവര് പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. കൂട്ടുകാരനെ കാണാം, കൂട്ടുകാരിനെ കാണാം, പിന്നെ അവിടെ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെ ഓരോ. കേരളത്തിൽ KSRTC ഇടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ആക്സിഡന്റ് പറ്റുക. അല്ലാതെ അവരൊരിക്കലും മനഃപൂർവ്വമായിട്ട് പിന്നെ ഒരിക്കലും ഒരാളെ കൊണ്ട് ചെന്നിട്ടില്ല. നേരെ മറിച്ച് KSRTCക്കാർ അങ്ങനെയല്ല. അപ്പം എൻ്റെ വണ്ടിയുടെ നേരെ തന്നെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാനൊക്കെ അത് ഒഴിഞ്ഞു മാറി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ രാവിലെ ന്യൂസ് തുറന്നാൽ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മ ന്യൂസ് ഇട്ടുണ്ടാവും. അപ്പോൾ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ പറയുന്നുണ്ടാവും, പിന്നെ അവിടെ കഞ്ചാവ് പിടിച്ചു, ഇവിടെ MDMA പിടിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുകയാണ് ഈ സാധനം ഒന്ന് വാങ്ങിയാലോ ഉപയോഗിച്ചാൽ ഇത് കിട്ടാൻ 10,000 എത്രയൊക്കെ വേണത്രേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ MDMA അടിച്ചിട്ടില്ലേ. നമ്മളിനിപ്പോൾ അതും കൂടി അടിക്കണ്ടുള്ളൂ, ബാക്കിയൊക്കെ മതിയായിരുന്നു. അപ്പോൾ നമുക്കാണ് പ്രശ്നം. രാവിലെ നീക്കുമ്പോൾ തന്നെ ഓരോന്നോരോന്ന് ഉണ്ടാക്കണം. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വിയക്കുറിച്ചി സെൻട്രലാണ്. അപ്പോൾ നമ്മുടെ ദേശീയപാത പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊതുനിരത്തുകളിൽ പ്രൈവറ്റ് ബസ്സുകാർ ഭയങ്കര പിന്നെ ചീറ്റപ്പുലി പോലെ പായാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ പോണ 2 KSRTC ബസ്സാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒരു പിന്നെ എന്താ പറയുക ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടാവും. KSRTC അല്ല, പ്രൈവറ്റ് ബസ് കേട്ടോ. അപ്പോൾ അത് 2 ബസ്സാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് പോണത്. അപ്പോൾ ഇതിന് ആളുണ്ടോയെന്നും കൂടി നമ്മുടെ ഗതാഗത മന്ത്രി അന്വേഷിക്കണം. എന്നിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ഓരോ പൊട്ട നീക്കങ്ങൾ പിന്നെ കൊണ്ടുവരേണ്ടത്. അതായത് ഒരു വാഹനത്തിൽ പാലക്കാട് സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര പേര് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കയറുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് അവിടുത്തെ ഡിപ്പോയിൽ വന്നിട്ട് അന്വേഷിക്കണം. എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാരെ ഒരുപാട് ദ്രോഹിക്കുന്ന പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ന്യൂസുകാരടക്കം എടുത്തെടുത്ത് പറയുന്നുണ്ട്. വാർത്താ ചാനലുകാർ 24 ന്യൂസ് ഉണ്ട്, ഏഷ്യാനെറ്റ്, കൂടുതൽ റിപ്പോർട്ടറും അതേപോലെ 24 ന്യൂസിലെ സുജയ പാർവതി, ശ്രീകണ്ഠൻ നായർ ഇവരൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഇടയ്ക്ക് പിന്നെ തുറന്ന വാഹനത്തിൽ പോകാതെ സീറ്റ് ബെൽറ്റ് ഇടാതെ ആണ് നിങ്ങൾ പിന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും നിങ്ങൾ സഞ്ചരിക്കണം. എന്നിട്ട് കണ്ടക്ടറോടും ഡ്രൈവറോടും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അന്വേഷിക്കണം. അല്ലാതെ വെറുതെ AC ഫ്ലോറിലിരുന്നിട്ട് നിങ്ങൾ പിന്നെ സുജയ പാർവതി പറയാണ് എന്താ റീൽസുകൾക്ക് ഭയങ്കര പിന്നെ സംഭവമായിട്ടാണ് പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ റീൽസിന് എടുക്കണേ കൊണ്ട് എന്താണ് കുഴപ്പം? എന്താണ് അതിനിത്ര കുശുമ്പ് കുനിറ്റും അസൂയൊക്കെ എന്താണ് ഇത്ര നിങ്ങൾക്കുള്ളത്? ഞാനതാ ചോദിക്കണത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നട്ടോട്ട് ഓടുന്നത്. അപ്പോൾ ഈ ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോണ എത്ര KSRTCകളുണ്ട് കേരളത്തിൽ? ഇന്നിപ്പോൾ നൊട്ടമല വളവിൽ വെച്ചിട്ട് ഒരു KSRTC 2 ഒരു ബൈക്കുകാരെ ഇടിച്ചതും പോരാ, അവർക്ക് പരിക്ക് നല്ല ഉണ്ടെന്നാണ് പറയണത്. ഇനിയിപ്പോൾ അതിൻ്റെ ആര് നോക്കും? കേസ് കാര്യങ്ങൾ ആര് നോക്കും? KSRTC ഡ്രൈവർക്ക് സ്വന്തമായിട്ട് ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കണ്ടാൽ പോരാ. അപ്പോൾ നിങ്ങൾ പരമാവധി പിന്നെ KSRTC ഡ്രൈവർമാർക്ക് ഒരു എത്ര ബോധവൽക്കരണം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം പിന്നെ കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. KSRTC കണ്ടക്ടർമാർ ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്
ഇവർ ഊതിപ്പിച്ചു. അപ്പോൾ 85% പേരും മദ്യപിച്ചിട്ടാണ്, കണ്ടക്ടറും ഡ്രൈവറും മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതും ഇത് പിരിക്കണത്. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരെ ഊതിപ്പിച്ചപ്പോൾ അതിലൊന്നും അവർക്ക് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. കാരണം ഇവരൊക്കെ കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരാണ്, അല്ലാതെ പിന്നെ വേണ്ടാത്ത രീതിയിൽ നടക്കണവരല്ല. ഇപ്പോൾ KSRTC ഇടിച്ചിട്ട് എത്ര പേര് നമ്മുടെ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആളുകൾ കൂടി നമ്മുടെ കേരളത്തിൽ KSRTC ഇടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ആക്സിഡൻറ്റ് പറ്റുക. അല്ലാതെ അവരൊരിക്കലും മനഃപൂർവ്വമായിട്ട് പിന്നെ ഒരിക്കലും ഒരാളെയും കൊണ്ടുപോയി ചെന്ന് ഇടിക്കില്ല. നേരെ മറിച്ച് KSRTCക്കാർ അങ്ങനെയല്ല. അപ്പം എൻ്റെ വണ്ടിയുടെ നേരെ തന്നെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാനൊക്കെ അത് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് എനിക്ക് പിന്നെ കേസിനും കൂട്ടത്തിനും കാര്യത്തിനൊന്നും പോകാൻ വയ്യാത്തതുകൊണ്ട് ഒന്നത് കയ്യിൽ 5 പൈസ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം. ഒരാൾ സുഖത്തോടു കൂടി ഇല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം തകർക്കുക, അത് മാത്രമാണ് നമ്മളെ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും. ഞാൻ ഈ റോഡിൽ നിന്നിട്ടാണ് പറഞ്ഞത്, റോഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഡ്രൈവർമാർ. അത് KSRTC എന്നും പറയാം. എനിക്ക് KSRTCനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നല്ല ആളുകളുണ്ട് നമ്മുടെ KSRTCയിൽ ഡ്രൈവർമാരായിട്ട്, നല്ല വ്യക്തികളുണ്ട്, നല്ല മനസ്സിന് ഉടമകളുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്കും കൂടി അത് ചീത്തപ്പേരായിട്ട് വരികയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ എന്ന് തീരും ഈ പിന്നെ ഷണ്ട. അതായത് ആദ്യം ഒരു ആൻ്റണി രാജു എന്ന ഒരാളായിരുന്നു നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന് കുറേ വെള്ള പെയിൻ്റ് അടിച്ചു വിട്ടു. ഇപ്പോൾ കേരളത്തിൻ്റെ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മാനക്കറാണ്. നമ്മൾ ഈ മഹാരാഷ്ട്രയും ഗോവ അതേമാതിരി അവിടെ പുറത്തുള്ള ഇന്ത്യയിലെ അതർ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ കേരള വണ്ടി വരുന്നു പറയത്തില്ല. അപ്പോൾ കേരള വണ്ടി ഒരു സൈഡിലേക്ക് മാത്രം മാറ്റി നിർത്തുക. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കേരളത്തിലെ വണ്ടികൾ ഒരു സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുകയാണ് എല്ലാതും കൊണ്ടും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമാണ്. ഇതിപ്പോൾ ഒത്തൊരുമിച്ച് നിന്നിട്ടും ഒരു പ്രയോജനം എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ട്രാഫിക്കിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ കീപ്പ് ചെയ്തിട്ട് പോകും, അത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്താനും ഒരാളെ തോന്നിവാസമായിട്ട് ഞാൻ ഒരു കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റൂൾസും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് അത്ര മാത്രമേ പറയുള്ളൂ. പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വരാനുള്ളത് നമുക്ക് ഒരിക്കലും വഴി തങ്ങില്ല, വരാനുള്ളത് ഒരിക്കലും പോവില്ല. അപ്പോൾ നമുക്ക് വരാതിരിക്കാനും നമുക്ക് സംരക്ഷിക്കാനും നമ്മുടെ കേരളത്തിൻ്റെ റോഡുകളിലുള്ള അപകടങ്ങൾ കുറയ്ക്കാനും നമുക്ക് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചാൽ പറ്റും. ഇവിടെയൊക്കെ ഡേഞ്ചറുള്ള വളവാണ്. അതായത് നൊട്ടമലയ്ക്ക് കയറുന്ന വിയക്കുറിശി സെൻട്രലിൻ്റെ കനാൽ പാലത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര സൈൻ ബോർഡ് കാര്യങ്ങൾ ആ വളവിലില്ല. പിന്നെ കൂടുതൽ എന്താ പറയുക, ഈ വലിയ വാഹനങ്ങൾ വീശി ഓടിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളോ ഇല്ല ഈ സൈഡിൽ നിൽക്കുന്ന വാഹനങ്ങളൊന്നും അവർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടേതായ ട്രാക്കിലൂടെ പോയി കഴിഞ്ഞാൽ അത് ഒരു ലിമിറ്റ്, ഇവിടെയൊക്കെ ചില ഭാഗത്തെത്തി കഴിഞ്ഞാൽ 50, 45, 35 എന്നൊക്കെ സ്പീഡ് കാണാം. ആ സ്പീഡിനനുസരിച്ച് വാഹനം കൊണ്ടുപോകാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അത് എപ്പം പണി കിട്ടിയെന്ന് വെച്ചാൽ മതി. പിന്നെ നമ്മൾ വീരവാദം മുടക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് പോകേണ്ടത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീരവാദം മുടക്കിയിട്ട് എന്താ കാര്യം. അപ്പോൾ നമ്മൾ നൊട്ടമലയ്ക്ക് പോവാണ്. ഞാൻ മിഞ്ഞാന്ന് 4 ദിവസം മുന്നേ പിന്നെ നൊട്ടമലയിൽ മാലിന്യമാണ്, ക്യാമറകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ മാലിന്യത്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല, നമ്മുടെ നഗരസഭ അത് കേട്ടിട്ടും കൂടിയില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിനൊക്കെ മറുപടി പറയാം. ഇതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ഓരോ അവസ്ഥയും. എങ്ങനെ ഇങ്ങോട്ട് നോക്കിയാലും എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്കത് ചെയ്യാൻ വയ്യ. പിന്നെ എന്തിനാണ് നമ്മുടെ കേരളത്തിലെ ഓരോ പിന്നെ അധികാരികളുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണ് ഈ അധികാര സ്ഥാനം കൊടുക്കുന്നതെന്ന് എനിക്കറിയാത്തത്. ഏതൊരു നാടിനും ആദ്യം ഉണ്ടാവുന്നത് ഒരു മെമ്പറാണ്. മെമ്പറിന് മേലെയാണ് പിന്നെ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും നമ്മൾ നന്നാവും കേട്ടോ. നമ്മളെ ഇവിടെ വെച്ചിട്ടാണ് ഇന്നലെ ഒരാൾ ആക്സിഡൻ്റ് ആയി. ഇന്നലെ ഇല്ല. അപ്പോൾ ഭയങ്കര പരിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയില്ല. എന്തായാലും കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ലാതെ സുഖം പ്രാപിച്ചു വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ നൊട്ടമലയൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ്. എന്ത് നഗരത്തിലെ ചിലപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നും ശരിക്കും ഇതൊക്കെ
എന്താ പറയാല്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം. ഹരിശ്രീസോകം പറഞ്ഞവര് പിന്നെ പറഞ്ഞിട്ട് കേൾക്കില്ല, പിന്നെ പാടിയിട്ട് കേൾക്കുമെന്നാണ് അറിയണത്. ഇവിടെയൊക്കെ ശരിക്ക് സൈൻ ബോർഡ് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഒന്നും കൊടുത്തില്ലേ, അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി കൊടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ. പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ലോറി താഴത്തേക്ക് വീണിട്ട് അവിടെ കല്ലൊക്കെ പൊട്ടി, അതൊന്നും മാറ്റിയിട്ടില്ലല്ല അവർ. അപ്പൊ ആരെങ്കിലും പോയിക്കോട്ടെ, ആര് പോയാലും നമുക്കെന്താ എന്നുള്ളൊരു ഇതാണ്. ഇനി ഞാൻ അടുത്ത് പറയുന്നത് അറിയോ, ഇപ്പോൾ നാളത്തോടുകൂടി, ഇന്നത്തോടുകൂടി, മിഞ്ഞാത്തോടുകൂടി +2 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളിനി അവരുടെ ലോകമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. അതായത് ഇവര് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. കൂട്ടുകാരനെ കാണാം, കൂട്ടുകാരിനെ കാണാം, ഇല്ല അവിടെ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാവും അവർ പോകുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് വിടുകയും ചെയ്യും. കാരണം അത്രയും വിശ്വസിപ്പിച്ചിട്ടാവും അവർ ഓരോ കാര്യത്തിനും പോവുക. അപ്പോൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയായി, ഇങ്ങനെയായി, എങ്ങനെയെങ്കിലും ആയി എന്നൊക്കെയാവും കേൾക്കുക. അപ്പോൾ വീട്ടുകാർ ആദ്യം കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എപ്പോഴും നോക്കിയിരിക്കണം എന്നല്ല പറഞ്ഞത്, അവരെ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വലിയ വ്യത്യാസം, അവരെ നടപ്പിലും കാര്യത്തിലും എല്ലാത്തിലും. ഞാൻ പറയുമ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ രഹസ്യമായിട്ടിരിക്കുന്നത് പാസ്വേഡാണ്. അതായത് ഈ പാസ്വേഡ് എന്ന് വന്നോ അന്ന് മുതൽ ഒക്കെ വേണ്ടാത്ത രീതിയിലാണ് പോണത്. ഈ പാസ്വേഡ് പറഞ്ഞാൽ പല രഹസ്യങ്ങളും തുറക്കും. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളുടെ പാസ്വേഡ് ഫോൺ വാങ്ങിയിട്ട് ആ ഫോണിലത്തെ കാര്യങ്ങളും കൂടി നോക്കണം. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമും ഈ വാട്സപ്പും അങ്ങനെ കുറേ പണ്ടാരങ്ങളുണ്ട്. നമുക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ദുഃഖമായിരിക്കും ഫലം. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ. അത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെ ഓരോ ആൾക്കാരും ഓരോ ചാനലിലും ഓരോ വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. മാറാൻ കഴിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്ഥലം അല്ല, വേറെ ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കാന്ന്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ജീവിതം എന്താണെന്ന് അറിയുള്ളൂ. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊട്ടക്കുളത്തിലെ തവളകളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ശരിക്കും കടൽ കണ്ടിട്ടില്ല. കടൽ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് പോകണം. കേരളത്തിൽ നിന്ന് പോയവർ എത്ര ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ഒരു രക്ഷയില്ല. ഇവിടെ ജീവിക്കാൻ രക്ഷയില്ല, വീട് കടന്നു കഴിഞ്ഞാൽ രക്ഷയില്ല, മരിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ല. പിന്നെ തിന്നും മരിച്ചാലും രക്ഷയില്ലേ. നമ്മളിപ്പോൾ മരിച്ചു എന്ന് അപ്പോഴും അതൊക്കെ ഉണ്ടാവും. അപ്പോഴേ നമുക്ക് ഇവിടെ കുറച്ചേരം ഇരിക്കാം. ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ കാണാൻ. വണ്ടികൾ വരുന്നതും പോണതും എങ്ങനെയൊക്കെ പോകണോ, ഏതൊക്കെ രീതിയിൽ പോകണോ. നമുക്ക് ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ കൂടി നമ്മൾ വാഹനത്തിൻ്റെ വേഗതയും ഇതൊക്കെ നമ്മൾ നോക്കണം. ഇതിപ്പോൾ എങ്ങനെ പഠിപ്പിച്ചു തന്നിട്ട് എങ്ങനെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പഠിക്കണില്ല. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് നമുക്ക് ആദ്യം ട്രെയിനിങ് കിട്ടുക. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പറയണ മാതിരി കുറച്ചൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. മുഴുവനായിട്ടും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുഴുവനായിട്ടും ഇങ്ങോട്ട് ആരും പഠിപ്പിക്കില്ല, ഒന്നും പഠിപ്പിക്കില്ല. പഠിപ്പിക്കുന്ന ആരറിയോ? നിങ്ങളുടെ ശരിക്കും കാലാണ് നിങ്ങളുടെ പഠിപ്പിക്കുന്നത്. കാലൻ അല്ല കേട്ടോ, കാലം. കാലാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം
ഏകദേശം കുഴിയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടാവും. അപ്പോൾ ഡ്രൈവിങ് ഇപ്പോൾ അവിടുന്ന് കുറേ വണ്ടികൾ വരുന്നുണ്ട്. അത് ഏതൊക്കെ ലൈനിലാണ് വരുന്നത്, ഏതൊക്കെ ലൈനിൽ കൂടെ വരാതിരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ അറിയണം, അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. അല്ലാതെ വെറുതെ ഒരു വണ്ടിയാണ് കിട്ടിയിട്ട് പിന്നെ എനിക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ വന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ എടുക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ MES കലളി കോളേജിൻ്റെ ആ ഭാഗത്താണ്. ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം, ഏതെങ്കിലും നമുക്കൊരു ഭാഗം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരവും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പോലെ ഒന്നും നമ്മൾ കണ്ടു പഠിക്കണം എന്നില്ലേ. നമുക്ക് നമ്മുടേതായ രാജ്യത്ത് അല്ലെ നമ്മുടേതായ നാട്ടിൽ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഡ്രൈവിങ് ചെയ്യുന്നവർക്കും കൂടി ഇത് പ്രശ്നമാണ്. കാരണം അവരെയും കൂടിയും ആളുകളെ തെറ്റിദ്ധരിക്കണം. അപ്പോൾ പിന്നെ ട്രാഫിക് ലൈനും ട്രാഫിക്കിൻ്റെ റൂൾസ് എന്താ, റോഡിൻ്റെ ഘടന എന്താണ്, നിങ്ങൾക്ക് ആദ്യം റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ, ഡ്രൈവിങ്ങിനായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കാഴ്ചയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അതായത് വാഹനത്തിൻ്റെ വേഗത, വാഹനത്തിൻ്റെ നീളം, വീതി. നിങ്ങളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ആ വാഹനത്തിൻ്റെ വേഗത നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമാണ് നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് പണി തരും. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് എനിക്ക് അറിയാത്തത്. ഒരാൾ ഇതിനൊരു പരിഹാരം ചെയ്യാൻ ആരും ഇല്ലേ? അതൊക്കെ അങ്ങനെ ചിന്തിക്കണേ. ഇത് ഇങ്ങനെ കേരളം ഇങ്ങനെ ഓരോ ദിവസം നെഗറ്റീവായിട്ട് മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നല്ല ഒരു പ്രവർത്തനം ചെയ്യാനുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ സംഘടന ആരും ഉണ്ടാക്കി തരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒക്കെ കണക്കാണ്. സംഘടനകൾ പോലും സംഘടിതമായിട്ടുള്ള സംഘടനകളാണ്. അതായത് ഇപ്പോൾ ഞാൻ ന്യൂസുകാരെ പറ്റി തന്നെ പറയാം. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറയില്ല കേട്ടോ. ശ്രീകണ്ഠൻ നായരും രാഹുലും അരുൺകുമാറും സുജയ പാർവതി ഇവരെന്നും മോശമാക്കി പറയല്ല കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു വിഷമം പറയുകയാണ്. നിങ്ങൾ ജോലി സാധ്യതയെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു കാര്യം തന്നെയാവും. നിങ്ങൾ രാവിലെ ന്യൂസ് തുറന്നാൽ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മ ന്യൂസ് ഇട്ടുണ്ടാവും. അപ്പോൾ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ പറയണ്ടാവും, അവിടെ കഞ്ചാവ് പിടിച്ചു, ഇവിടെ MDMA പിടിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുകയാണ് ഈ സാധനം ഒന്ന് വാങ്ങിയാലോ ഉപയോഗിച്ചാൽ ഇത് കിട്ടാൻ 10,000 എത്രയൊക്കെ വേണത്ര. എനിക്കറിയില്ല കേട്ടോ. ഞാൻ MDMA ഒന്നും അടിച്ചിട്ടില്ലേ. നമ്മളിനിപ്പോൾ അതും കൂടി അടിക്കണ്ടുള്ളൂ, ബാക്കിയൊക്കെ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് രാവിലത്തെ ന്യൂസ്. രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ശ്രീകണ്ഠൻ നായർ. ആ ഗുഡ് മോർണിംഗ് തന്നെ നെഗറ്റീവാണ്. അപ്പോൾ ഇതാണോ ഈ പത്രധർമ്മം, മാധ്യമധർമ്മം? അങ്ങനെയൊക്കെ റീച്ച് കിട്ടിയിട്ട് മറ്റുള്ളവരെ നെഗറ്റീവ് കൊടുത്തിട്ട് റീച്ച് കിട്ടിയിട്ട് എന്താണ് പ്രയോജനം? അപ്പോൾ നമുക്കിപ്പോൾ ഇത്രേ പറയുള്ളൂ. പിന്നെന്താ അറിയോ, പൊതുവേ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം എന്ന് പറഞ്ഞ് തീരല്ല. ബസ്സിനും ഇല്ല കേട്ടോ ബസ്സിന് തീരല്ല ഒക്കെ സ്വന്തം വാഹനങ്ങളിലൂടെയാണ് ഇപ്പോൾ പോണത്. ആ കൊറോണ വന്നതിന് ശേഷമാണ് മൊത്തം പ്ലാനുകൾ മാറിയത്. ഓരോ മനുഷ്യൻ്റെ പ്രതീക്ഷകൾ തകർന്നത്. ഏറ്റവും കൂടുതൽ ലാഭം ഇതിൽ ആർക്കാ വെച്ച് കഴിഞ്ഞാൽ ന്യൂസുകാർക്ക് മാത്രമാണ്. ബ്രേക്കിംഗ് ന്യൂസിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ മെച്ചം ഉള്ളത്. അല്ലാത്തവർക്കൊക്കെ നഷ്ടം മാത്രമേ ഉള്ളൂ. എത്രയോ ആളുകൾ ഒരു നേരത്ത് ആഹാരം കഴിക്കാൻ വകല്ലാതെ എത്രയോ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊന്നും സഹായിക്കാൻ ആളുകളുണ്ട് കേട്ടോ. പക്ഷേ ഈ ആൾക്കാരെയും കൂടി മുടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ക്യാൻസർ റീജിയണൽ ക്യാമ്പിൽ ഹോസ്പിറ്റലിൽ ഏതൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ എടുക്കുന്ന ആളെ പഞ്ഞി കിട്ടണം. അപ്പോൾ എന്ത് തെമ്മാടിത്തരാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? അത് അവിടെ ഒരു വൃദ്ധയായ ഒരു വയസ്സനായിട്ടുള്ള ആളട്ടോ. മൂപ്പര് അനങ്ങാൻ വയ്യാതെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ആള് കുറച്ച് വെള്ളം അയാളെ വായിൽ വെച്ചിട്ടപ്പോൾ ഭയങ്കര ഒരു ആശ്വാസത്തോടു കൂടി. പക്ഷേ ഇത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെ കണ്ട് ഇയാൾ ആർക്കോ ഫോൺ ചെയ്തിട്ട് വേറെ ആരൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവര് വന്നിട്ട് ഇവരെ പഞ്ഞിക്കിടുക. ശരിക്കും പറഞ്ഞാൽ
അത് ശരിക്കും എങ്ങനെയാണ് ഇപ്പൊ പറയാ, നായനെ പറയാൻ പറ്റില്ല, നായാണോ നായക്കൾക്ക് ഉണ്ടായതാന്നും പറയാൻ പറ്റില്ല. അത് നായക്കും കൂടി നായവർഗത്തിനും കൂടി അത് അപമാനിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ എത്ര പുനരാവർത്തനം ചെയ്തിട്ടും വ്യാഖ്യാനിച്ചിട്ടും ഒരു കാര്യമില്ല. ഇവിടെ ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് കേരളം ഇങ്ങനെയാണ്. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇതിൽ കൂടുക എന്നല്ലാതെ ഒരിക്കലും കമ്മിയായി വരില്ല. അപ്പോൾ ഇവിടുന്ന് മെല്ലെ കഴിച്ചിലാവും നല്ലത്. വാഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ അവസ്ഥകൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് ചിലവർക്കൊക്കെ. ചിലവരുടെ കാര്യം എന്തിനാ പറയുന്നത്, നമുക്ക് നമ്മുടെ തന്നെ 100,000 പ്രശ്നങ്ങളുണ്ട്. ജഗതി പറഞ്ഞവരെ എനിക്ക് 1338 പ്രശ്നങ്ങളുണ്ട് പറയില്ലേ. നമ്മൾ ഓരോ ദിവസം പ്രശ്നത്തിലൂടെയാണ് പോണത്. എന്ത് പ്രശ്നമായാലും അത് പരിഹരിക്കുക. ഒരു ദിവസത്തിൽ ആ പ്രശ്നം ഒരിക്കലും നീട്ടിക്കൊണ്ട് പോകരുത്. ആ പ്രശ്നമാണ് പിന്നീട് വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പോൾ ആരും മനഃപൂർവ്വം ചെയ്യില്ലേ. ഞാൻ പറഞ്ഞേ, ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ പിന്നെ മദ്യമല്ല അടിക്കണേ. ഇപ്പോൾ ഈ പിന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്, MDMA അതേപോലെയൊക്കെ. അത് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത് മാത്രം. അപ്പോൾ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് പോലീസ് പിടിച്ചിട്ട് എടുക്കാൻ പോയപ്പോൾ പോലീസുകാർ പരിശോധിച്ചപ്പോൾ MDMA പാക്കറ്റ് കിട്ടിയിരുന്നു. എന്താണ് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ അവർ ചെയ്യില്ല, പിടിക്കില്ല. അതിന് ഒരു ഉത്തരവ് ഉണ്ടാവില്ല. നമ്മളെന്താ ചെയ്യേണ്ട അറിയോ, നമുക്ക് നമ്മുടേതായ വഴിക്കടെ പോവാം. പിന്നെ സുഹൃത്തുക്കളെ, എനിക്ക് പിന്നെ മൈക്ക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതില്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറയാനും ഇതൊന്നും അറിയാണ്ടല്ല, പക്ഷെ ഒക്കെ ശരിയാവൂലേ. ഒന്നാമത്തെ കാര്യം എന്തായാലോ, കയ്യിൽ 5 പൈസ അല്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാവരും ഉണ്ടാവുള്ളൂ. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, വാഹനം ഓടിക്കുമ്പോൾ ലൈൻ ട്രാഫിക്ക് തെറ്റിക്കാതെ, അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കാതെ നിങ്ങൾ ഒരു ട്രാക്കിലൂടെ പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് മാറണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന വാഹനങ്ങളെ നിങ്ങൾ ഇൻഡിക്കേറ്റർ സഹിതം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവനും കിട്ടും, അതേപോലെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് റൈഡേഴ്സ് ഇല്ലേ, ഈ ബൈക്ക് റൈഡേഴ്സ്, പക്ഷെ അവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ പറയാം, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ വാഹനം ഓടിക്കുന്നതല്ല. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എക്സ്പീരിയൻസ് ആയ ഡ്രൈവർമാരെ മാത്രമാണ് ദീർഘദൂര യാത്ര വാഹനങ്ങളിൽ കയറ്റാൻ പാടുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം വാഹനത്തിൻ്റെ റോഡിൻ്റെ ഘടന എങ്ങനെയൊക്കെയാണ്, ഏത് വിധത്തിലാണ്. അവരുടെ കണ്ണുകൾ എപ്പോഴും റോഡിലേക്ക് മാത്രമായിരിക്കും. അല്ലാതെ KSRTC ഓടിക്കുമ്പോൾ KSRTC ഡ്രൈവർമാരെ പോലെ ആയിരിക്കില്ല, ഒരിക്കലും ആവില്ല.